അതിവേഗ റെയിൽ ബജറ്റിൽ പ്രഖ്യാപനമില്ല. എന്നിട്ടും ഓഫീസ് തുറക്കാൻ ശ്രീധരൻ പരിഹസിച്ച മുഖ്യമന്ത്രി. കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതിക്ക് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പൊന്നാനിയിൽ ഓഫീസ് തുറക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ശ്രീധരൻ പറയുന്നത്. പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നും മെട്രോമാൻ ശ്രീധരൻ പറയുന്നു. ഈ കേന്ദ്ര ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്നാൽ കേന്ദ്ര അനുമതി കിട്ടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പദ്ധതി വൈകുന്നതിന്റെ പ്രധാന കാരണം സംസ്ഥാന സർക്കാരാണെന്ന് ശ്രീധരൻ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. കേരളയിൽ വേണ്ടെന്ന് ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിക്കാത്തതാണ് വലിയ തിരിച്ചടിയായതെന്നാണ് ശ്രീധരൻ പറയുന്നത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ഇതിനായി കേന്ദ്രത്തിന് കത്തയച്ചിട്ടില്ല. സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന RRTS പദ്ധതി വെറുമൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും ഇത് മണ്ടൻ തീരുമാനമാണെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര ബജറ്റിന് പിന്നാലെ ശ്രീധരനെതിരെ മുഖ്യമന്ത്രി ഒളിയമ്പ് വന്നു. കേരളത്തിൽ അതിവേഗ പാതയുടെ സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച മെട്രോമാൻ ശ്രീധരന്റെ പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് വലിയ എന്തോ വരാൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചവർക്ക് ഇപ്പോൾ മറുപടി ഇല്ലാതായി എന്നായിരുന്നു മുഖ്യന്റെ പരിഹാസം. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണെന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന പ്രതിപക്ഷം തയ്യാറാകണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എയിംസ് പോലുള്ള സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്കായി സ്ഥലം കണ്ടെത്തിയിട്ടും പ്രധാനമന്ത്രിയോടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും കേന്ദ്രം മുഖം തിരിക്കുകയാണെന്നും വികസന കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെയും രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളം ഉണ്ടെന്ന് തന്നെ കേന്ദ്ര ധനമന്ത്രി മറന്നുപോയെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. കേരളത്തോടുള്ള ഇത്രയും വലിയ അവഗണനയിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.